ഒരു ഫംഗ്ഷൻ്റെ ലോക്കൽ ആൻഡ് അബ്സല്യൂട്ട് എക്സ്ട്രീം വാല്യൂസിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം ആ സെക്ഷനിൽ ഒരു തിയറമാണ് ദ മാക്സ്മിൻ തിയറം ഫോർ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ്. നെയിമുള്ളൊരു തിയറം ആയതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇഫ് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എവറി പോയിന്റ് ഓഫ് എ ക്ലോസ്ഡ് ഇൻ്റർവെൽ ഐ, then f assumes both an absolute maximum value capital M and an absolute minimum value small m somewhere in I. That is, there are numbers x1 and x2 in I with f of x1 equal to small m and f of x2 equal to capital M and small m less than or equal to f of x less than or equal to capital M for every other x in I. ഇവിടെ പറയുന്നത് ഒരു ക്ലോസ്ഡ് ഇൻ്റർവെൽ ഐയിൽ ഫംഗ്ഷൻ എഫ് കണ്ടിന്യൂസ് ആണെന്ന് വിചാരിക്കുക. ആ ഇൻ്റർവെല്ലിലെ എല്ലാ പോയിന്റിലും എഫ് കണ്ടിന്യൂസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഇൻ്റർവെല്ലിൽ എവിടെയെങ്കിലും ആ ഫംഗ്ഷൻ അതിൻ്റെ അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ ക്യാപിറ്റൽ എമ്മും അബ്സല്യൂട്ട് മിനിമം വാല്യൂ സ്മോൾ എമ്മും അറ്റൈൻ ചെയ്യും, അതായത് അസ്യൂം ചെയ്യും. ഈ അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ ക്യാപിറ്റൽ എം എന്നുള്ളത് എഫിൻ്റെ അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ ആവാനുള്ള കണ്ടീഷൻ ആ ഇൻ്റർവെല്ലിലെ ഏത് എക്സ് എടുത്താലും എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആയിരിക്കണം. അങ്ങനെയുള്ള ഇപ്പോൾ എം ഒരു അപ്പർ ബൗണ്ട് ആണെങ്കിൽ എമ്മിനേക്കാൾ കൂടുതലുള്ള എല്ലാ വാല്യൂസും അപ്പർ ബൗണ്ട് ആയിരിക്കും. ഇപ്പോൾ ഒരു 100ന് താഴേക്ക് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ പോവില്ല എന്ന് പറഞ്ഞാൽ പിന്നെ 101ൻ്റെ എല്ലാ വാല്യൂസും അതിൻ്റെ അപ്പർ ബൗണ്ട് ആയിരിക്കും. അപ്പോൾ അതിൽ ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഈ ഒരു അബ്സല്യൂട്ട് മാക്സിമം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് അബ്സല്യൂട്ട് മിനിമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്മോൾ എം എന്നുള്ളത് അബ്സല്യൂട്ട് മിനിമം ആവാനുള്ള കണ്ടീഷൻ ആ ഇൻ്റർവെല്ലിലെ ഏതൊരു പോയിന്റ് എക്സ് എടുത്താലും എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എം, അതല്ലെങ്കിൽ സ്മോൾ എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ സ്മോൾ എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഫോർ എവരി അതർ എക്സ് ഇൻ ഐ. ഇതാണ് അബ്സല്യൂട്ട് മാക്സിമം മിനിമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എഫ് അസ്യൂം ചെയ്യുന്നു, അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ അബ്സല്യൂട്ട് മിനിമം വാല്യൂ അസ്യൂം ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു സ്മോൾ എം വരുന്ന വിധത്തിൽ ഒരു x1 ആ ഇൻ്റർവെൽ ഐയിലുണ്ട്. അതേപോലെ എഫ് ഓഫ് എക്സ് ടു ഈക്വൽ ടു ക്യാപിറ്റൽ എം എന്ന് വരുന്ന വിധത്തിൽ ഒരു x2 ആ ഇൻ്റർവെല്ലിലുണ്ട്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ ഇൻ്റർവെല്ല് ക്ലോസ്ഡ് ആയിരിക്കണം, അതുപോലെ ആ ഇൻ്റർവെല്ലിൽ എഫ് കണ്ടിന്യൂസ് ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷനും അവിടെ മസ്റ്റാണ്. എന്നാൽ മാത്രമാണ് ഈ കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. ഏതെങ്കിലുമൊക്കെ ഒരു കണ്ടീഷനിൽ വയലേഷൻ വന്നു കഴിഞ്ഞാൽ ഈ അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ അതുപോലെ അബ്സല്യൂട്ട് മിനിമം വാല്യൂ എഫ് അസ്യൂം ചെയ്യണമെന്ന് നിർബന്ധം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് എക്സാമ്പിൾസിലേക്ക് പോകാം. ആദ്യം ക്ലോസ്ഡ് ഇൻ്റർവെൽ -π/2 to π/2, അവിടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്നുള്ളത് കോസ് എക്സ്. നമുക്കറിയാം കോസ് എക്സ് എന്നുള്ളത് എല്ലായിടത്തും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷനാണ്. സോ ഈ ഇൻ്റർവെല്ലിലും അത് കണ്ടിന്യൂസ് ആണ്. ഇനി ഇത് -π/2 to 0 എന്ന് പറയുമ്പോൾ ഫോർത്ത് ക്വാഡ്രൻറ്റും 0 to π/2 ഫസ്റ്റ് ക്വാഡ്രൻറ്റും ആണ്. ഫോർത്തും ഫസ്റ്റും ക്വാഡ്രൻറ്റിലെ കോസ് എക്സിൻ്റെ വാല്യൂ പോസിറ്റീവ് മാത്രമേ വരുള്ളൂ. നമുക്കറിയാം ഈ കോസ് എക്സ് എന്നുള്ള ഫംഗ്ഷനിലെ വാല്യൂസ് -1ൻ്റെയും 1ൻ്റെയും ഇടയിലാണ് കോസ് എക്സിൻ്റെ വാല്യൂസ് വരുന്നത്. പീരിയോഡിക് ഫംഗ്ഷനാണ്, ഒരു നിശ്ചിത ഗ്യാപ്പ് വെച്ച് അത് വീണ്ടും വാല്യൂസൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരും. എന്നിരുന്നാലും ഇവിടെ ഫസ്റ്റും ഫോർത്തും ക്വാഡ്രൻറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ നെഗറ്റീവ് വാല്യൂസ് ഒന്നും കോസ് എക്സിന് കിട്ടില്ല. സോ ഈ ഇൻ്റർവെല്ലിൽ എഫിന് കിട്ടാവുന്ന ഏറ്റവും മിനിമം വാല്യൂ 0 ആണ്, അതുപോലെ മാക്സിമം വാല്യൂ 1 ആണ്. ഇനി അപ്പോൾ അവരാണ് 0 ആണ് ഇതിൻ്റെ അബ്സല്യൂട്ട് മിനിമം വാല്യൂ ഈ ഇൻ്റർവെല്ലിൽ, അതുപോലെ 1 ആണ് അതിൻ്റെ അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ. ഇനി ഇവിടെ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ ഓക്കെയാണ്, കണ്ടിന്യൂസ് ആണ് ആ ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മിനിമം വാല്യൂ മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യും എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം കോസ് 0 1 ആണ്. അപ്പോൾ കോസ് എക്സ് ഈക്വൽ ടു 1 എന്ന് വരുന്ന വിധത്തിൽ എക്സിൻ്റെ വാല്യൂ 0 എടുത്താൽ മതി, അത് ഇൻ്റർവെല്ലിലുണ്ട്. സോ എഫ് അതിൻ്റെ മാക്സിമം വാല്യൂ 0 അറ്റൈൻ ചെയ്യുന്നുണ്ട്. മാക്സിമം വാല്യൂ 1, അത് അറ്റൈൻ ചെയ്യുന്നത് 0യിലാണ്. ഈ ഇൻ്റർവെല്ലിൽ 0 എന്നുള്ള പോയിന്റിൽ എഫ് അതിൻ്റെ മാക്സിമം വാല്യൂ ആയിട്ടുള്ള 1നെ അറ്റൈൻ ചെയ്യുന്നു അല്ലെങ്കിൽ അസ്യൂം ചെയ്യുന്നു. ഇനി മിനിമം വാല്യൂ ഈ ഇൻ്റർവെല്ലിൽ എഫിന് കിട്ടാവുന്ന മിനിമം വാല്യൂ 0 അത് രണ്ട് സ്ഥലത്ത് അറ്റൈൻ ചെയ്യുന്നുണ്ട്. -π/2ലും ഉണ്ട്, π/2ലും ഉണ്ട്. നമുക്കറിയാം cos π/2 0 കോസ് -x എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ആണ്. സോ കോസ് -π/2 എന്ന് പറയുമ്പോൾ കോസ് π/2 തന്നെയാണ്, അതും 0 സോ രണ്ട് സ്ഥലത്ത് അതിൻ്റെ മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നുണ്ട്, ഒരു സ്ഥലത്ത് മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ജി ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്, അതും എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്. സോ തന്നിട്ടുള്ള ഇൻ്റർവെല്ലിലും കണ്ടിന്യൂസ് ആണ്. ഇവിടെ ഫോർത്തും ഫസ്റ്റും ക്വാഡ്രൻ്റ് ആണ്. ഫോർത്ത് ക്വാഡ്രൻറ്റിൽ സൈൻ എക്സിൻ്റെ വാല്യൂസ് നെഗറ്റീവ് വരും,
ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ വാല്യൂസും പോസിറ്റീവാണ്. സോ ഇവിടെ സൈൻ എക്സിന് പോസിറ്റീവ് വാല്യൂസും ഉണ്ട്, നെഗറ്റീവ് വാല്യൂസും ഉണ്ട്. അപ്പോൾ അതിൻ്റെ മിനിമം വാല്യൂ വരുന്നത് -1ഉം മാക്സിമം വാല്യൂ വരുന്നത് 1ഉമാണ്. ഇനി ഇവിടെ പറഞ്ഞിട്ടുള്ളത് പ്രകാരം അതിൻ്റെ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ ഫംഗ്ഷൻ അറ്റൈൻ ചെയ്യും ആ ഇൻ്റർവെല്ലിൽ തന്നെ എന്നാണ് നമ്മുടെ കണ്ടീഷൻ പ്രകാരം നമുക്കറിയാവുന്നതാണ്. ഇനി നോക്കി നോക്കാം. എഫ് ഓഫ് π/2 അതായത് g ഓഫ് π/2 sin π/2 അത് 1 ആണ്. സോ മാക്സിമം വാല്യൂ ആയിട്ടുള്ള 1 അറ്റൈൻ ചെയ്യുന്ന പോയിന്റ് x = π/2 ആണ്. മിനിമം വാല്യൂ sin -π/2 sin π/2 ആണ്. സോ അത് -1 ആണ്. സോ sin x = -1 വരുന്ന വിധത്തിലും ആ ഇൻ്റർവെല്ലിൽ പോയിന്റ് ഉണ്ട്. അത് x = -π/2 ആണ്. സോ നമ്മുടെ തിയറം ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എന്തായാലും സാറ്റിസ്ഫൈ ചെയ്യും. ക്ലോസ്ഡ് ഇൻ്റർവെല്ലും കണ്ടിന്യൂസും ആണെങ്കിൽ, ആ ഇൻ്റർവെല്ലിൽ ത്രൂ ഔട്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കും. അടുത്ത കേസിൽ ഇവിടെ ഓപ്പൺ ഇൻ്റർവെല്ലാണ്. അപ്പോൾ അവിടെ പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എന്തായാലും മാക്സിമം വാല്യൂ മിനിമം വാല്യൂ ഇല്ല എന്നല്ല പറയുന്നത്. അവിടെ പറയുന്നത് ആ ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ എന്തായാലും മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യും, മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യും. അതല്ലെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല, ചിലപ്പോൾ അറ്റൈൻ ചെയ്യാം, ചെയ്യാണ്ടിരിക്കാം. ഇപ്പോൾ ഇവിടെ നോക്കാം. h(x) എന്നുള്ള cos x എടുക്കുന്നു. ഇത് 0 to π ഫസ്റ്റും സെക്കൻഡും ക്വാഡ്രൻ്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ cos x-ന് നെഗറ്റീവ് വാല്യൂസ് വരും, ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ പോസിറ്റീവ് ആണ്. സോ ഈ ത്രൂ ഔട്ട് ഈ ഗ്യാപ്പിൽ എഫിന് കിട്ടുന്ന വാല്യൂസ് എല്ലാം 1നേക്കാൾ താഴെയാണ് വരുള്ളൂ. അതുപോലെ -1നേക്കാൾ കൂടുതലാണ് വരിക. ഇവിടെ മാക്സിമം വാല്യൂ 1 ആണ്, അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ 1 ആണ്. പക്ഷെ അത് അറ്റൈൻ ചെയ്യുന്നില്ല. നമുക്കറിയാം cos 0 1 ആണ്, പിന്നെ cos 2π ആണ്. കുറേ സ്ഥലത്ത് അത് വാല്യൂസ് വരും. പക്ഷേ ഈ ഒരു ഗ്യാപ്പിൽ വരുന്നത് ഇനി ഇതിൻ്റെ ഇടയിൽ എവിടെയും ഇൻ്റർവെല്ലിൽ വരുന്നില്ല. പിന്നെ എൻ പോയിൻറ്റ്സിലാണ് ഒരു ചാൻസ്. f(0) അതായത് h(0) cos 0 1 ആണ്. പക്ഷേ ഈ 0 എന്ന് പറയുന്നത് ഓപ്പൺ ഇൻ്റർവെൽ 0 to πയിലെ ഓപ്പൺ ഇൻ്റർവെൽ 0 to πയിൽ 0യും ഇല്ല, പയ്യും ഇല്ല. അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ 1 എന്നുള്ള അറ്റൈൻ ചെയ്യുന്ന വിധത്തിൽ ഒരു പോയിന്റ് പോലും ആ ഇൻ്റർവെല്ലിൽ ഇല്ല. ഇതേപോലെ തന്നെയാണ് cos π ആണ് -1, പക്ഷേ π എന്നുള്ളത് ആ ഇൻ്റർവെല്ലിൽ ഇല്ല. പിന്നെ ഈ പറഞ്ഞ ഇൻ്റർവെല്ലിൽ cos x = -1 വരുന്ന വിധത്തിൽ ആരും ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഈ cos x ഇതിൻ്റെ മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നില്ല, മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നില്ല. അടുത്ത കേസിലേക്ക് വരുമ്പോൾ k(x) sin x ആണ്. 0 to πയിൽ അത് സെക്കൻഡും ഫസ്റ്റും ക്വാഡ്രൻറ്റിൽ sin x പോസിറ്റീവ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ മിനിമം വാല്യൂ വരുന്നത് 0യും പിന്നെ മാക്സിമം വാല്യൂ 0 അറ്റൈൻ ചെയ്യുന്നില്ല. sin 0യും sin πയും ആണ് 0. അതിൻ്റെ ഇടയിൽ വേറെ എവിടെയും വരുന്നില്ല. പക്ഷേ 0യും πയും ഈ ഇൻ്റർവെല്ലിൽ ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നില്ല. മാക്സിമം വാല്യൂ 1 ആണ്, അത് അറ്റൈൻ ചെയ്യുന്നുണ്ട്. π/2 sin π/2 1 ആയതുകൊണ്ട് ഇതിൻ്റെ മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യും, പക്ഷേ മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നില്ല. ഇനി അടുത്ത കേസിലേക്ക് വരുമ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 1 ആണ്. ഫംഗ്ഷൻ 1/x ആണ് ഇവിടെ തന്നിട്ടുള്ളത്. f(x) = 1/x. നമുക്കറിയാം ഇത് 1/x എന്നുള്ള ഫംഗ്ഷൻ x = 0യിൽ നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ എന്തായാലും കണ്ടിന്യൂസ് അല്ല. ഒരു C എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവണം. അതായത് f(c) ഡിഫൈൻഡ് ആവണം, ഒരു റിയൽ നമ്പർ ആവണം. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു C f(x) എക്സിസ്റ്റ് ചെയ്യണം. അതായത് ആ പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ദെൻ ആ ലിമിറ്റ് f(c)യോട് ഈക്വൽ ആവണം. ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താലാണ് ഫംഗ്ഷൻ f(x) = C എന്നുള്ള പോയിന്റിൽ കണ്ടിന്യൂസ് ആവുകയുള്ളൂ. ഇവിടെ നോട്ട് ഡിഫൈൻഡ് ആണ് 0യിൽ. അപ്പോൾ എന്തായാലും 0യിൽ കണ്ടിന്യൂസ് അല്ല. ഏതെങ്കിലും ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആ ഇൻ്റർവെല്ലിൽ കണ്ടിന്യൂസ് അല്ല എന്നേ പറയാൻ പറ്റുള്ളൂ. ഒരു ഇൻ്റർവെല്ലിൽ കണ്ടിന്യൂസ് ആവണമെങ്കിൽ ആ ഇൻ്റർവെല്ലിലെ എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണം. സോ ഈ പറഞ്ഞ ഇൻ്റർവെല്ലിൽ ഈ പറഞ്ഞ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല, ഇൻ്റർവെല്ലിൽ ക്ലോസ്ഡ് ഒക്കെയാണ്. ഇനി നോക്കാം. 1/x-ൻ്റെ വാല്യൂ 1നേക്കാൾ താഴേക്ക് പോവുകയില്ല, പോസിറ്റീവ് വാല്യൂ മാത്രമേ വരുള്ളൂ. പിന്നെ ഇവിടെ എക്സിൻ്റെ വാല്യൂ നമ്മൾ എടുക്കുന്നത് 0 to 1ലാണ്. സോ 1 ഇപ്പോൾ ഒരു 0.5 ഒക്കെ ആണെങ്കിൽ 2 ആണ്. പിന്നെ ഇങ്ങോട്ട് വരും തോറും വാല്യൂ കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 1/1000 1/1000 അതായത് 1/0.001 ഒക്കെ ആകുമ്പോൾ ആൻസർ 1000 ആണ്. ഇങ്ങനെ വലുതായി പോകും. ഈ ഒരു എൻഡിലേക്ക് അടുക്കും തോറും, ലെഫ്റ്റ് എൻഡിലേക്ക് അടുക്കും തോറും ഫംഗ്ഷൻ്റെ വാല്യൂ ഇങ്ങനെ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു, വളരെ ലാർജായിട്ട് പോകുന്നു. അപ്പോൾ ഇതിനെ
മാക്സിമം വാല്യൂ ഒന്നും ഇല്ല, ഇന്ന വാല്യൂവിനേക്കാൾ ഒരു ഫിക്സഡ് റിയൽ നമ്പറിനേക്കാൾ മുകളിലേക്ക് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ പോകില്ല എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുകയില്ല. പക്ഷെ ഇതിന് മിനിമം വാല്യൂ ഉണ്ട്, 1ൽ താഴെ ഇതിൻ്റെ വാല്യൂ പോവില്ല. ഇനി എഫ് ഓഫ് 1/1 1 ആണ്. സോ മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നുണ്ട്, മാക്സിമം വാല്യൂ ഇല്ല, അത് അറ്റൈൻ ചെയ്യുന്നുമില്ല. ഇനി നമുക്ക് എബ്സല്യൂട്ട് എക്സ്ട്രീം വാല്യൂ എന്താണെന്നും ലോക്കൽ എക്സ്ട്രീം വാല്യൂ എന്താണെന്നും നോക്കാം. എബ്സല്യൂട്ട് എക്സ്ട്രീം വാല്യൂവിൻ്റെ മറ്റൊരു പേരാണ് ഗ്ലോബൽ എക്സ്ട്രീം വാല്യൂ. ഈ എക്സ്ട്രീം വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാക്സിമം ആൻഡ് മിനിമം വാല്യൂവിനെ ഒരുമിച്ച് പറയുന്നതാണ് എക്സ്ട്രീമ എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് നേരത്തെ പറഞ്ഞ കണ്ടീഷൻ തന്നെയാണ്. എഫ് എന്നുള്ളൊരു ഫംഗ്ഷൻ, അതിൻ്റെ ഡൊമൈനാണ് ഡി എന്ന് വിചാരിക്കുക. ഡൊമൈനിൽ ഒരു സി എന്നുള്ള പോയിന്റിൽ എഫിന് അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ ഉണ്ടാവാനുള്ള കണ്ടീഷൻ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഡി. അതായത് ആ ഇൻ്റർവെൽ, ആ ഡൊമൈനിലെ ഏതൊരു പോയിന്റ് എക്സ് എടുത്താലും എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി ആയിക്കഴിഞ്ഞാൽ നമുക്ക് എഫ് ഓഫ് സിനെ അതിൻ്റെ ഒരു അബ്സല്യൂട്ട് മാക്സിമം ആണെന്ന് പറയാവുന്നതാണ്. ഓൾറെഡി ആ ഡൊമൈനിൽ ഒരു പോയിൻ്റാണ് സി, അപ്പോൾ എന്തായാലും അത് അറ്റൈൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അബ്സല്യൂട്ട് മിനിമം വാല്യൂ അറ്റ് സി ആവാനുള്ള കണ്ടീഷൻ ആ ഇൻ്റർവെല്ലിൽ ഏത് എക്സ് എടുത്താലും എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി, അതല്ലെങ്കിൽ എഫ് ഓഫ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആവണം ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഡി. ഇനി അബ്സല്യൂട്ട് മിനിമം വാല്യൂസിനെ മാക്സിമം വാല്യൂവിനെ ഒരുമിച്ച് അബ്സല്യൂട്ട് എക്സ്ട്രീമ എന്നും അബ്സല്യൂട്ട് എക്സ്ട്രീമേനെ മറ്റൊരു പേരാണ് ഗ്ലോബൽ എക്സ്ട്രീമ എന്നും വിളിക്കുന്നു. ഇനി ഇതിൽ നിന്നും കുറച്ച് വ്യത്യാസമുണ്ട് ലോക്കൽ എക്സ്ട്രീം വാല്യൂസിൻ്റെ കേസിലേക്ക് വരുമ്പോൾ. ഫംഗ്ഷൻ എഫിന് അതിൻ്റെ ഡൊമൈനിലെ ഇൻറ്റീരിയർ പോയിൻ്റ്, അതായത് ബൗണ്ടറി അല്ലാത്ത ബാക്കി ആ ഡൊമൈനിലെ പോയിൻറ്റ്സിനെയാണ് ഇൻറ്റീരിയർ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്റീരിയർ പോയിൻ്റ് ആയിട്ടുള്ള സിയിൽ ലോക്കൽ മാക്സിമം വാല്യൂ ഉണ്ടാവാനുള്ള കണ്ടീഷൻ ആ ഒരു സിയുടെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏതെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു ഓപ്പൺ ഇൻ്റർവെല്ലിൽ എഫിന് കിട്ടാവുന്ന മാക്സിമം വാല്യൂ ആണ് എഫ് ഓഫ് സി. അതായത് മൊത്തം അതിൻ്റെ ഡൊമൈനിൽ എഫിന് കിട്ടാവുന്ന മാക്സിമം വാല്യൂ ആവണം എഫ് ഓഫ് സി എന്നൊന്നും നിർബന്ധമില്ല. ലോക്കൽ മാക്സിമം വാല്യൂവിൻ്റെ കണ്ടീഷൻ, ഇപ്പോൾ സി എന്നുള്ള പോയിന്റിൽ ലോക്കൽ മാക്സിമം വാല്യൂ ആവാനുള്ള കണ്ടീഷൻ നമുക്ക് താഴെ ഗ്രാഫ് വെച്ചിട്ട് പറയാവുന്നതാണ്. ആ ഒരു സിയുടെ ഒരു നൈബർഹുഡ് എന്ന് പറയാം. അതായത് സീനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏതെങ്കിലുമൊക്കെ ഒരു ഓപ്പൺ ഇൻ്റർവെല്ലിലെ ഏത് എക്സ് എടുത്താലും എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി ആയാൽ മതി, കുറച്ച് സ്ഥലത്ത് മാത്രം. അതേപോലെ തന്നെയാണ് ലോക്കൽ മിനിമത്തിൻ്റെ കേസും. സിയിലെ ലോക്കൽ മിനിമം ഉണ്ടാവാനുള്ള കണ്ടീഷൻ സീനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഏതെങ്കിലും ഒരു ഓപ്പൺ ഇൻ്റർവെല്ലിൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏത് എക്സ് എടുത്താലും എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി, അതല്ലെങ്കിൽ എഫ് ഓഫ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ഇൻ സം ഓപ്പൺ ഇൻ്റർവെൽ കണ്ടെയ്നിങ് സി. അപ്പോൾ ത്രൂ ഔട്ട് കിട്ടാവുന്ന എഫിന് കിട്ടാവുന്ന മിനിമം വാല്യൂ ആവണം എഫ് ഓഫ് സി എന്നൊന്നും നിർബന്ധം ഇല്ല. അപ്പോൾ ഈ ലോക്കൽ മാക്സിമം വാല്യൂസും ലോക്കൽ മിനിമം വാല്യൂസിൻ്റെയും പല പല സ്ഥലത്തും പല പല ലോക്കൽ ഒന്നിൽ കൂടുതൽ പോയിന്റ്സിൽ എന്തായാലും ലോക്കൽ മിനിമം വാല്യൂസ് എന്തായാലും നല്ല ഉണ്ടാവാം. ഒരു ഫംഗ്ഷന് ഒന്നിൽ കൂടുതൽ പോയിന്റ്സിൽ ലോക്കൽ മാക്സിമം വാല്യൂസ് ഉണ്ടാവാം. നേരത്തെ പറഞ്ഞു അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ അത് യുണീക്കാണ്, അത് അറ്റൈൻ ചെയ്യുന്ന ഒന്നിൽ കൂടുതൽ പോയിന്റ്സ് ഉണ്ടാവാം. ലോക്കൽ മാക്സിമം വാല്യൂ, അതായത് ഫംഗ്ഷന് കിട്ടാവുന്ന മാക്സിമം വാല്യൂ, ലോക്കൽ മാക്സിമം വാല്യൂ അത് യുണീക്ക് ഒന്നല്ല. ഒരു ലോക്കൽ മാക്സിമം അറ്റൈൻ ചെയ്യുന്ന പോയിന്റിൽ കിട്ടാവുന്ന വാല്യൂ ആവില്ല ചിലപ്പോൾ മറ്റൊരു പോയിന്റിൽ നമുക്ക് കിട്ടുന്നത്. സോ അത് യുണീക്ക് ഒന്നല്ല. കുറച്ച് ഭാഗത്ത് സിയുടെ ഒരു നൈബർഹുഡ് എന്ന് പറയാം, അതിൻ്റെ ഉള്ളിൽ എഫിന് കിട്ടാവുന്ന മാക്സിമം, അതല്ലെങ്കിൽ അതിന് കിട്ടാവുന്ന എഫിന് കിട്ടാവുന്ന മിനിമം. അതാണ് അതിന് ലോക്കൽ എന്നുള്ളൊരു പേരും കൂടി വന്നിട്ടുള്ളത്. ഇനി അത് പറഞ്ഞിട്ടുള്ളത് ഇൻറ്റീരിയർ പോയിന്റ്സിലാണ്. ഇനി നമുക്ക് എൻ പോയിന്റ്സും കൂടി അവിടെ കൺസിഡർ ചെയ്യാം. ഇവിടെ എൻ പോയിന്റ്സ് ആകുമ്പോൾ നമുക്ക് ഇവിടെ ബീനെ കണ്ടെയ്ൻ ചെയ്യുന്ന വിധത്തിലൊരു ഓപ്പൺ ഇൻ്റർവെൽ കൺസിഡർ ചെയ്യാന്ന് വെച്ചാൽ പറ്റില്ല. ഇതിൻ്റെ ഡൊമൈൻ ആകെ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ടു ബി ആണ് ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്ന് വിചാരിക്കുക. സോ ബീനെ കണ്ടെയ്ൻ ചെയ്യുന്ന വിധത്തിൽ നമുക്കൊരു ഓപ്പൺ ഇൻ്റർവെൽ ഇവിടെ എടുക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ എനെ കണ്ടെയ്ൻ ചെയ്യുന്ന വിധത്തിലൊരു ഓപ്പൺ ഇൻ്റർവെൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ കേസിൽ എൻ പോയിന്റ്സിൻ്റെ കേസിൽ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമത്തിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. അവിടെ പറഞ്ഞത് ഇപ്പോൾ ഇൻറ്റീരിയർ പോയിന്റ് സിയിലാവണമെങ്കിൽ സീനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏതെങ്കിലുമൊക്കെ ഒരു ഓപ്പൺ ഇൻ്റർവെല്ലിൽ എഫിന് കിട്ടാവുന്ന മാക്സിമം വാല്യൂ. എൻ പോയിന്റ്സിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഹാഫ് ഓപ്പൺ ഇൻ്റർവെല്ലിൽ ഇതേ സെയിം ഡെഫിനിഷൻ തന്നെ ഇവിടെ എ എന്നുള്ള പോയിന്റിൽ ലോക്കൽ മാക്സിമം ആവാനുള്ള കണ്ടീഷൻ എനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഹാഫ് ഓപ്പൺ. അപ്പോൾ എന്തായാലും ഇവിടെ ക്ലോസ്ഡ് എടുക്കാൻ പറ്റുള്ളൂ, എന്നാലാണ് എനെ കണ്ടെയ്ൻ ചെയ്യുള്ളൂ.
ഓപ്പൺ ആയിട്ട് എടുത്താൽ അതിൽ എ ഇൻക്ലൂഡഡ് അല്ല. പിന്നെ ഇതിൻ്റെ പുറത്തേക്ക് വിട്ട് നമുക്ക് പോകാനും പറ്റില്ല. ഏതോ ഒരു ഇൻ്റർവെല്ലിൽ ഞാനിതിനൊരു എപ്സിലോൺ എന്ന് വിളിക്കുന്നു. ഓപ്പൺ ക്ലോസ്ഡ് എ ഓപ്പൺ ഹാഫ് ഓപ്പൺ ഇൻ്റർവെൽ എന്നാണ് ഇങ്ങനെയുള്ള ഇൻ്റർവെൽസിന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇൻ്റർവെല്ലിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഇൻ്റർവെല്ലിൽ എഫിന് കിട്ടാവുന്ന ഒരു മാക്സിമം വാല്യൂ ആണ് എഫ് ഓഫ് എ, അതല്ലെങ്കിൽ മിനിമം വാല്യൂ ആണ് എഫ് ഓഫ് എ. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ ഒരു ഇൻ്റർവെല്ല് കണ്ടുപിടിക്കാൻ പറ്റും. ആ ഇൻ്റർവെല്ലിൽ ഏത് എക്സ് എടുത്താലും എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എ ആണെങ്കിൽ ആ എഫ് ഓഫ് എ എന്നുള്ള പോയിന്റ് എ എന്നുള്ള പോയിന്റിൽ എഫിന് മാക്സിമം വാല്യൂ ഉണ്ട്, ലോക്കൽ മാക്സിമം വാല്യൂ ഉണ്ട്. അതല്ലെങ്കിൽ നേരെ തിരിച്ച് ആണെങ്കിൽ ഇങ്ങനൊരു കണ്ടീഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ, അതായത് എനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏതോ ഒരു ഹാഫ് ഓപ്പൺ ഇൻ്റർവെല്ലിൽ അതിലുള്ള ഏത് എക്സ് എടുത്താലും എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എ ആണെങ്കിൽ നമുക്ക് പറയാം എന്നുള്ള പോയിന്റിൽ ലോക്കൽ മിനിമം വാല്യൂ ഉണ്ട്. ഇനി ഇവിടേക്ക് റൈറ്റ് ഹാൻഡ് പോയിന്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ടൈപ്പിലാണ് സം എപ്സിലോൺ കോമ ബി ക്ലോസ്ഡ് ഇൻ്റർവെൽ ബി ഹാഫ് ഓപ്പൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ അല്ല, ഓപ്പൺ എപ്സിലോൺ ക്ലോസ്ഡ് ബി ഹാഫ് ഓപ്പൺ ഇൻ്റർവെൽ തന്നെയാണ് ഇവിടെ പറയുക. ഇങ്ങനെയുള്ളൊരു ഇൻ്റർവെല്ലിൽ എഫിന് കിട്ടാവുന്ന മാക്സിമം വാല്യൂ ആവണം എഫ് ഓഫ് ബി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബി എന്നുള്ള പോയിന്റിൽ അബ്സല്യൂട്ട് മാക്സിമം ഉണ്ട്, ലോക്കൽ മാക്സിമം ഉണ്ട്. തിരിച്ച് അതിൽ കിട്ടാവുന്ന ഇങ്ങനെയുള്ളൊരു ഇൻ്റർവെല്ലിൽ എഫിന് കിട്ടാവുന്ന മിനിമം വാല്യൂ ആണ് അതെന്ന് വെച്ചാൽ എഫ് ഓഫ് ബി എന്നുള്ളത് അതിൻ്റെ ഒരു ലോക്കൽ മിനിമം വാല്യൂ ആണ്. ഇങ്ങനെയാണ് നമുക്ക് ലോക്കൽ മാക്സിമവും ലോക്കൽ മിനിമവും ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ഫംഗ്ഷൻ ഏതാണെന്നൊന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ്. ഇനി നമുക്കിവിടെ നോക്കാം. ഞാൻ ഈ ഒരു ഗ്യാപ്പ് എടുക്കുന്നു, ആദ്യം ലെഫ്റ്റ് ഹാൻഡ് പോയിന്റ് എടുക്കുന്നു. ഇങ്ങനെയുള്ളൊരു ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ ഹാഫ് ഓപ്പൺ ഇൻ്റർവെല്ലിൽ എഫിന് കിട്ടാവുന്ന എഫിൻ്റെ വാല്യൂസ് ഇവിടെ നിന്ന് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോവുകയാണ്. എഫിന് കിട്ടാവുന്ന മിനിമം വാല്യൂ ആണ് എഫ് ഓഫ് എ. അപ്പോൾ എക്സ് ഈക്വൽ ടു എ എന്നുള്ള പോയിന്റിൽ അതിന് ലോക്കൽ മിനിമം വാല്യൂ ഉണ്ട്. എഫ് ഓഫ് എന് താഴെയായിട്ട് ഇപ്പോൾ ഈ ഒരു ഗ്യാപ്പ് എടുക്കുക, ഇതിൻ്റെ ഉള്ളിലുള്ള എക്സ് വാല്യൂസ് എടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എഫ് ഓഫ് എക്കാളും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എ, അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. എഫ് ഓഫ് എ അല്ലെങ്കിൽ തിരിച്ച് എഫ് ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ് ഈ ഒരു ഇൻ്റർവെല്ലിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ എന്നുള്ള പോയിന്റിൽ നമുക്ക് ലോക്കൽ മിനിമം ആണ്. ഇനി ഇവിടേക്ക് വരുമ്പോൾ സിയുടെ കേസിൽ ത്രൂ ഔട്ട് ഈ ഫംഗ്ഷന് കിട്ടാവുന്ന മിനിമം വാല്യൂ ഒന്നല്ല എഫ് ഓഫ് സിയുടെ വാല്യൂ ഇവിടം വരെ എത്തിയിട്ടുള്ളൂ, അതിനേക്കാൾ കൂടുതൽ വാല്യൂ എഫ് ഓഫ് ഇക്ക് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ സീനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ ഇൻ്റർവെൽ എടുത്തു കഴിഞ്ഞാൽ ഈ ഇൻ്റർവെല്ലിലെ എക്സുകൾ മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ ആ ചെറിയൊരു ലോക്കലിൽ എഫ് ഓഫ് സി എന്നുള്ളതാണ് അതിൻ്റെ കിട്ടാവുന്ന മാക്സിമം വാല്യൂ. അതുകൊണ്ട് സി എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷന് ലോക്കൽ മാക്സിമം ഉണ്ട്. ഇതേപോലെ തന്നെയാണ് ഇവിടെ ഡിയുടെ കേസിലേക്ക് വരുമ്പോൾ ത്രൂ ഔട്ട് ഈ ഫംഗ്ഷന് കിട്ടാവുന്ന മിനിമം വാല്യൂ ഇവിടെ ഉണ്ട്, എയുടെ ഭാഗത്തുണ്ട്. അപ്പോൾ അതിനേക്കാൾ കുറച്ചും കൂടി കൂടുതലാണ് ഇവിടെ ഗ്രാഫിൽ നിന്ന് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു ഡീനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ ഇൻ്റർവെല്ലിലെ എക്സുകൾ കൺസിഡർ ചെയ്യുമ്പോൾ എഫ് ഓഫ് ഡി എന്നുള്ളതാണ് അതിൽ മിനിമം വാല്യൂ. എഫ് ഓഫ് ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ് ഇങ്ങനെ ഒരു ഓപ്പൺ ഇൻ്റർവെൽ കൺസിഡർ ചെയ്താൽ. അപ്പോൾ ഡിയിൽ അതിന് ലോക്കൽ മിനിമം ഉണ്ട്. ഇതേപോലെ തന്നെ ഇയുടെ കണ്ടെയ്ൻ ചെയ്യുന്ന ത്രൂ ഔട്ട് ഇതിൻ്റെ മാക്സിമം വാല്യൂ ആണ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ ഇൻ്റർവെൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ എഫ് ഓഫ് ഇ ആണ് ലാർജസ്റ്റ് വാല്യൂ ആയിട്ട് വരുന്നത്, അതായത് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് ഇ ആണ്. സോ ഈ എന്നുള്ള പോയിന്റിൽ അതിന് ലോക്കൽ മാക്സിമം ഉണ്ട്. ഇവിടെ ബിയുടെ കേസിലേക്ക് വരുമ്പോൾ ബീനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഹാഫ് ഓപ്പൺ ഇൻ്റർവെൽ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇൻ്റർവെല്ലിൽ ഇത് ഡിക്രീസ് ചെയ്തിട്ടാണ് വരുന്നത്, ഇവിടേക്ക് എത്തുമ്പോഴേക്കും കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ അതിന് കിട്ടാവുന്ന എഫിന് കിട്ടാവുന്ന ഒരു മിനിമം വാല്യൂ ആണ് എഫ് ഓഫ് ബി. ഇങ്ങനെയുള്ളൊരു ചെറിയൊരു ഹാഫ് ഓപ്പൺ ഇൻ്റർവെൽ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ബി എന്നുള്ള പോയിന്റിലും ഫംഗ്ഷനിൽ ലോക്കൽ മിനിമം ആണ്, ഡിയിലും ലോക്കൽ മിനിമം ആണ്, ഇയിലെ ലോക്കൽ മാക്സിമം ആണ്. ഇനി ത്രൂ ഔട്ട് ഈ എ ടു ബി എന്നുള്ള ഇൻ്റർവെല്ലിൽ എഫിന് കിട്ടാവുന്ന മാക്സിമം വാല്യൂ അതാണ് അതിൻ്റെ അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ. അത് അറ്റൈൻ ചെയ്യുന്നത് എക്സ് ഈക്വൽ ടു ഇയിലാണ്. മാക്സിമം വാല്യൂ ഏതാണെന്ന് ചോദിച്ചാൽ അത് എഫ് ഓഫ് ഇ ആണ്. ഇതേപോലെ തന്നെ ത്രൂ ഔട്ട് ആ ഇൻ്റർവെല്ലിൽ എഫിന് കിട്ടാവുന്ന മിനിമം വാല്യൂ എക്സ് ഈക്വൽ ടു എയിലാണ്. മിനിമം വാല്യൂ എഫ് ഓഫ് എ ആണ് അറ്റൈൻ ചെയ്യുന്നത് എയിലാണ്. അപ്പോൾ ഇതാണ് ഈ അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ അബ്സല്യൂട്ട് മിനിമം വാല്യൂ യൂണീക്ക് ആയിരിക്കും. ചിലപ്പോൾ അറ്റൈൻ ചെയ്യുന്ന ഒന്നിൽ കൂടുതൽ പോയിന്റ്സ് ഉണ്ടാവാം. ലോക്കൽ മാക്സിമം വാല്യൂ ലോക്കൽ മിനിമം വാല്യൂ യൂണീക്ക് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല.
പല പല അറ്റൈൻ ചെയ്യുന്ന പോയിന്റ്സിലെ എഫിൻ്റെ വാല്യൂ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പല പല വാല്യൂസ് കിട്ടാവുന്നതാണ്. അപ്പോൾ അത് യുണീക്ക് അല്ല. അതുപോലെ തന്നെയാണ് മിനിമത്തിൻ്റെ കേസും.